ഇന്നത്തെ റെസിപ്പി ട്യൂണത്തോരനാണ്. ഇതിനായിട്ട് ആദ്യം ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയ വെളുത്തുള്ളിയാണ് ചതച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത്. ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പൊടികളിലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ട് വഴറ്റാം. ഇപ്പൊ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ട്യൂണ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 425 ഗ്രാമിന്റെ ഒരു ക്യാൻ ട്യൂണയാണ് എടുത്തേക്കണേ. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം. ഇത് ഓപ്ഷണൽ ആണ്. തേങ്ങ ഇഷ്ടമില്ലാത്തവർ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനി ഒരു മീഡിയം ഹീറ്റിലിട്ട് ചിക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ട്യൂണ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇടാം. ഇപ്പോൾ ട്യൂണത്തോരൻ റെഡി ആയിട്ടുണ്ട്.